നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഇപ്പോൾ മുഴങ്ങുന്നത് തോം 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 എന്ന അറബ് ചുവയിലെ അനുപല്ലവിയാണ്. ദിവസം 2 കഴിഞ്ഞെങ്കിലും അനുരണനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. റിയാദിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ അഹമ്മദ് സുൽത്താൻ അൽ മൈമാനി എന്ന സൗദി യുവഗായകൻ ഗായിക KS ചിത്രയോടൊപ്പം ആലപിച്ച ഒരു മുറൈ വന്ത് പാത്തായ ഗാനം ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലോക വൈറലായി മാറിയിരിക്കുന്നത്. ദുറ അൽ റിയാദ് എക്സ്പോ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിലാണ് മലയാളത്തിന്റെ വാനമ്പാടിക്കൊപ്പം സൗദി ഗായകൻ പാടി തിമിർത്തത്. ചിത്രയുടെ ശബ്ദമാധുരിയിൽ ലയിച്ചിരുന്ന സദസ്സിനെ ഞെട്ടിച്ചായിരുന്നു അഹമ്മദ് സുൽത്താന്റെ മാസ് എൻട്രി. വേദിയിൽ ഒരു മുറൈ വന്ത് പാർത്തായ എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചിത്ര. സദസ് എല്ലാം മറന്ന് അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അഹമ്മദ് സുൽത്താന്റെ എൻട്രി. തോം 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 എന്ന അനുപല്ലവിയുമായി വേദിയിലെത്തിയ അഹമ്മദ് സുൽത്താൻ അറബ് ചുവയിൽ ബാക്കി പാടിയതോടെ സദസ് അദ്ദേഹത്തെ നെഞ്ചേറ്റി. ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ ആളെ സദസ് തിരിച്ചറിഞ്ഞു. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ വൈഷ്ണവ ജനതോ എന്ന പൗരാണിക ഹിന്ദു ഭജൻ പാടി നേരത്തെ തന്നെ വൈറൽ താരമായി മാറിയ അഹമ്മദ് ആയിരുന്നു ആ അറബി വേഷധാരി. മലയാളികളെ കാലങ്ങളായി രസിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മണിച്ചിത്രത്താഴ് എന്ന സൂപ്പർ ഹിറ്റ് ഫാസ്റ്റ് ചിത്രത്തിലെ ഈ പാട്ട് ഒരു അറബ് ഗായകന്റെ സ്വരത്തിൽ കൂടി കേട്ടതോടെ സദസ് ഇളകി മറിഞ്ഞു. ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച സംഗീത പരിപാടിയിലായിരുന്നു KS ചിത്രയ്ക്കൊപ്പം അദ്ദേഹം വേദിയിലെത്തിയത്. അഹമ്മദ് സുൽത്താൻ അൽ മൈമാനി മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഡയറി കമ്പനിയായ അൽ മറായിയിൽ ഏരിയ സെയിൽസ് മാനേജറായി റിയാദിൽ ജോലി ചെയ്യുകയാണ്. പൗരാണികമായി ഗുജറാത്തി വേരുകളുള്ള സൗദി ഗോത്രമാണ് അൽ മൈമാനി. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്ന് തുടങ്ങുന്ന ഒരു ജന്മാന്തര ബന്ധം സുൽത്താന് ഇന്ത്യയുമായുണ്ട്. ആ ഇഴയെടുപ്പം ഹിന്ദി പാട്ടുകളോടും സുൽത്താന് ഉണ്ടായി. ഹിന്ദി ഗായകൻ എന്ന നിലയിലാണ് സൗദി സംഗീത ലോകത്ത് ഈ യുവഗായകൻ അറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ 150ാം ജയന്തി പ്രമാണിച്ച് റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭജൻ വൈഷ്ണവ ജനതോ പാടാൻ അഹമ്മദ് സുൽത്താൻ അവിടെ എത്തിയത്. ആ പാട്ട് ഹിറ്റായതോടെ സുൽത്താൻ സൗദി ആസ്വാദന ലോകത്തിന് പുറത്തും അറിയാൻ തുടങ്ങി. റിയാദിലെ സംഗീത പരിപാടിക്ക് വേണ്ടി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഒരു മുറൈ വന്ത് പാർത്തായ പഠിച്ചു. മനോഹരമായി പാടി വൈറലാക്കി. പുതിയ ചരിത്രവും സൃഷ്ടിച്ചു. പാട്ട് കേട്ട് സാക്ഷാൽ ചിത്ര തന്നെ അത്ഭുതപ്പെട്ടു പോയി. ലോകത്ത് മറ്റേത് ഭാഷയും പഠിക്കാനും പാടാനും എളുപ്പമാണ്. എന്നാൽ ഏറ്റവും പ്രയാസമുള്ള ഭാഷയായ മലയാളത്തിലെ ഒരു ഗാനം ഇത്രയും മികവോടെ അക്ഷരസ്ഫുടതയോടെ ഒരു അറബ് ഗായകന് പാടാൻ കഴിയുന്നത് വിസ്മയിപ്പിക്കുന്നു എന്നാണ് ചിത്ര വേദിയിൽ വെച്ച് പറഞ്ഞത്. സുൽത്താനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. ചിത്രയോടൊപ്പം ഒരു ഹിന്ദി ഗാനവും കൂടി പാടിയാണ് അഹമ്മദ് സുൽത്താൻ വേദി വിട്ടത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.